പ്രജിത്ത്, നമ്മുടെ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്. രാജ്യത്തെ അമ്മയായി കാണുന്ന ഒരു മഹനീയ സംസ്കാരമാണ് നമുക്കുള്ളത്. അതുതന്നെയാണ് നമ്മൾ മാതൃരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. ആ അമ്മയും ദേവതയും ദുർഗയുമായിരിക്കുന്ന ആ ഭാരത മാതാവിനെയാണ് യഥാർത്ഥത്തിൽ വന്ദേ മാതരത്തിലുള്ള ഒരു സ്റ്റാൻസ് വളരെ കൃത്യമായി പറയുന്നത്. അത് ന്യൂനപക്ഷ വിരുദ്ധമാണ്, ഏകദൈവ സങ്കല്പത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാളികൾക്ക് വലിയ ഊർജം നൽകിയ വാക്കുകളാണത്. വേണമെങ്കിൽ പ്രഹരശേഷിയുള്ള അമ്മ, ദേവതയായി നിൽക്കുന്ന അമ്മ ദുർഗയായി മാറുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതാണ് ഭാരതം എന്ന് പറയുന്നത്. ഇതിനെ ആ ഒരു തലത്തിൽ കാണാതെ വർഗീയമായി കാണുന്നതല്ലേ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം? ഭാരതത്തിന്റെ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരകാലത്ത് ഏറ്റവും ശക്തമേറിയിട്ടുള്ള മുദ്രാവാക്യങ്ങളിലൊന്നായോ ഗാനങ്ങളിലൊന്നായോ ഒക്കെ നമുക്ക് വന്ദേ മാതരത്തെ കാണാം. കാരണം വന്ദേ മാതരം പോലെ ഭാരതീയരെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചോളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പ്രേരിപ്പിച്ച മറ്റൊരു കാവ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ബ്രിട്ടീഷുകാരാണ് ആദ്യം വന്ദേ മാതരത്തെ നിരോധിക്കുന്നത്. അതിനുള്ള അടിസ്ഥാനപരമായ കാരണം എന്നുള്ളത് അവർക്ക് ഈ ഗാനമുണ്ടാക്കുന്ന ആ ഒരു അപകടം അതവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. പിന്നീട് ഇങ്ങോട്ട് വരുന്നു, കോൺഗ്രസ് ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നീട് അതിൽ വീണ്ടും ഈ പറയുന്ന ജിഹാദി എലമെന്റുകൾ വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വന്ദേ മാതരത്തിൽ എവിടെയെങ്കിലും ഹിന്ദു ദൈവങ്ങളെ പ്രകീർത്തിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് എൻ്റെ നാടെന്ന് പറയുന്ന ഈ അമ്മ ഞങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു ദൈവത്തെക്കാളും, അതിന് ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ദുർഗയെക്കാളും അല്ലെങ്കിൽ ഏറ്റവും ലക്ഷ്മിയെക്കാളും, ഏറ്റവും സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയെക്കാളും, അറിവിൻ്റെ ദേവതയായ സരസ്വതിയെക്കാളും അല്ലെങ്കിൽ അതിനൊപ്പമോ ചേർന്ന് നിൽക്കുന്ന ഒരു ശക്തിയാണ്, ഒരു സ്വരൂപമാണെന്നുള്ള സങ്കല്പമാണ് അതിൽ മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ദുർഗയാണ് എൻ്റെ രാഷ്ട്രമാതാവ് എന്ന രീതിയിലല്ല അതിൽ പറയുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു വശം നമുക്ക് കൃത്യമായി അറിയാം. എന്തുകൊണ്ടാണ് ഇതിനെ ജിഹാദികൾ എതിർത്തതെന്നുള്ളതും അതിന് പിന്നീട് കോൺഗ്രസ് എങ്ങനെ അതിൻ്റെ വാഴ്ത്തുപാട്ടുകാരായി എന്നുള്ളതും. പക്ഷേ ഇന്ന് എനിക്ക് ഡൽഹിയിൽ കാണാൻ കഴിഞ്ഞത് വളരെ ഒരു ഐ ഓപ്പണർ ആയിരുന്നു. കാരണം ഒന്ന്, നിങ്ങൾക്ക് പൗരത്വം എന്ന് പറയുന്ന ഒരു രേഖ തന്നതുകൊണ്ട് നിങ്ങൾ ഭാരതീയനാകണമെന്നില്ല, നിങ്ങളുടെ ഉള്ളിൽ ദേശാഭിമാന ബോധം ഉണ്ടാകണമെന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആന്റോണിയ ആൽബിനോ മൈനോ എന്ന് പറയുന്ന ആ പഴയ പേരുണ്ടായിരുന്ന ഇന്നത്തെ സോണിയാഗാന്ധി, ആ ഇറ്റലിക്കാരിക്ക് വന്ദേ മാതരം അവിടെ പാടിയപ്പോഴുണ്ടായിട്ടുള്ള ആ അസ്വസ്ഥത എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഒരു പക്ഷേ ഇന്ന് വളരെയധികം വേദനിപ്പിച്ച ദൃശ്യങ്ങളിലൊന്നാണ്. അവിടെ കുറേയധികം കോൺഗ്രസ്സുകാർ നിൽക്കുന്നു, ആ സോണിയാഗാന്ധി കൈയുയർത്തി നിർത്താൻ പറയുന്നു, ഖർഗെ ആകട്ടെ അത് എങ്ങനെയെങ്കിലും നിർത്താൻ പറ്റുമോ എന്ന് നോക്കുന്നു. അതേസമയം നമ്മുടെ പാവൻ രാഹുൽ കേട്ടോ, പുള്ളി പതിവുപോലെ എന്താണ് നടക്കുന്നത് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തെക്ക് വടക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സോണിയ എന്ന് പറയുന്ന ഈ സ്ത്രീ, ഈ രാജ്യത്തെ ഭരണചക്രം നിയന്ത്രിച്ചിരുന്ന ഒരാൾ, അവരുടെ മനസ്സിൽ കിടക്കുന്ന ഭാരതവിരുദ്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സോണിയാഗാന്ധി പറഞ്ഞിട്ട് അവിടെയുള്ള ഒറ്റ മനുഷ്യൻ കേട്ടോ? കാരണം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ സുഡാപ്പികളെയും ഇവിടുത്തെ ഈ ലീഗുകാരനെയും പേടിച്ച് നിൽക്കുന്നത് പോലെയല്ല, അവിടെ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും. അതുകൊണ്ടാണ് സോണിയ പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതെ അവിടെ ഈ പറയുന്ന രീതിയിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് ഇതിൽ കർശനമായ നടപടിയെടുക്കണമെന്നാണ് എനിക്ക് ഒന്നാമതായി ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്. എല്ലാവരും സോണിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്, അതിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്, ഒന്ന്, ഈ ഇത്രയധികം ഇവർ ഇതിനെ എതിർക്കുമ്പോഴും എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കോടതികൾ വന്ദേ മാതരം സർക്കുലർ പൂർണ്ണമായും വന്ദേ മാതരം പാടണമെന്ന് അറിയിച്ചത്? കോടതികൾ സർക്കുലർ ഇറക്കിയല്ലോ, കൃത്യമായി പാടിയേ പറ്റുകയുള്ളൂ. അതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വന്ദേ മാതരം പാടിയില്ല. അപ്പോൾ നിങ്ങൾക്കിതിനെ പൂർണ്ണമായും ഇതിനെ ഈ ഭാരതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയില്ല. അതിന് എത്ര ജിഹാദികൾ എത്ര കാലം കൊണ്ട് കൊണ്ടുപിടിച്ച് ശ്രമിച്ചാലും നടക്കില്ല. അതിന് കോൺഗ്രസിൻ്റെ ഏത് നേതാവ് പോയി അവിടെ ഈ പറയുന്ന രീതിയിൽ അവരുടെ പരമാവധി കഴിവിൻ്റെ അങ്ങേറ്റം ശ്രമിച്ചാലും നടക്കില്ല. കാരണം അത് ഈ രാജ്യത്തിൻ്റെ ആത്മാവാണ്, ആ രാജ്യത്തിൻ്റെ ആത്മാവായി നിലനിൽക്കുകയും ചെയ്യും. ഇന്ന് വന്ദേ മാതരം എത്രയധികം കുട്ടികൾ പാടാൻ വന്നു, എത്രയധികം സ്കൂളുകളിൽ കുട്ടികൾ പാടി. ഈ രാജ്യത്തിൻ്റെ ഒരു 90% മനുഷ്യരും ഇന്ന് വന്ദേ മാതരത്തിൻ്റെ ഒരു 2 വരിയെങ്കിലും ഒന്ന് ആലപിച്ചിട്ടുണ്ടാകില്ലേ? ആ രീതിയിലാണ് വന്ദേ മാതരത്തിന് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള പ്രാധാന്യം എന്നുള്ളതാണ്. ഇനി കോൺഗ്രസിൻ്റെ നാണം കെട്ട നിലപാടുകളെ പറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കാരണം ഒന്നൊരു രാജ്യത്തൊരു നിയമം പാസ്സാക്കി, ആ നിയമം പാസ്സാക്കി അത് എല്ലാവരും പാലിക്കണമെന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുമ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ, എനിക്ക് അദ്ദേഹത്തെ ഒരു പക്ഷേ ചർച്ചയിലിരുന്ന് പറയുന്നതിലപ്പുറം പറയണമെന്നുണ്ട്. പക്ഷേ നമുക്കത് കഴിയില്ലല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പോയില്ലേ, ചുമക്കാനല്ലേ ഇനി അടുത്ത 5 വർഷം കഴിയുകയുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി വിശദമായി നമുക്കൊന്ന് വരാം.